Which of the numbers below is a term of the arithmetic sequence 2, 5, 8? ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എപ്പോഴും ഓർക്കുക. ഒരു ശ്രേണി എന്ന് പറയുന്നത് ആ ശ്രേണിയിലെ എല്ലാ പദങ്ങളും എങ്ങനെ റിലേറ്റഡ് ആയിട്ടായിരിക്കുന്നത് അവയുടെ കോമൺ ഡിഫറൻസ് കാരണം അല്ലേ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കോമൺ ഡിഫറൻസിനെ ഓരോ ടേം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സെയിം റിമൈൻഡർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ പദത്തിനെയും എന്ത് ചെയ്ത് നോക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ശ്രേണിക്ക് കിട്ടുന്ന ശിഷ്ടം തന്നെയാണോ കിട്ടുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ശ്രേണിയിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ റിമൈൻഡർ 2 1 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഓപ്ഷനിലും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആദ്യത്തെ കേസിൽ 1 റിമൈൻഡർ കിട്ടിയോ, 2 കിട്ടിയോ ഇല്ല, അപ്പോൾ അതായത് ടേം അല്ല. പിന്നെ അടുത്തതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 2 എന്ന് തന്നെ കിട്ടി. അങ്ങനെ നമുക്കത് ഒരു പദമാണ് കണ്ടെത്താം. ഏറ്റവും ഈസി ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും. സമാന്തര ശ്രേണിയുടെ 5ാം പദം 70ഉം 9ാം പദം 50ഉമാണ്. ഇൻ ദി സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1? അപ്പൊ ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കൂടുകയോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഇൻഡയറക്ട്ലി ചോദിക്കുവാണ് കോമൺ ഡിഫറൻസ് എത്ര ആണെന്നാണ് ഇവർ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദിസ് സീക്വൻസ്? അപ്പോൾ ഇവിടെ ഒരു ശ്രേണി ഉണ്ടല്ലോ, ആ ശ്രേണിയിൽ 0 എന്ന ഒരു പദം ഉണ്ടാവുന്നുണ്ട്. ആ പദം എത്രാമത്തെ പദമാണെന്നും കൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന ഓരോന്നും എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തെഴുതുക. 5th ടേം 70ഉം 9th ടേം 50ഉം തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏതൊരു ശ്രേണി തന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും അല്ലേ. ഇവിടെ നമുക്ക് ആദ്യമേ കോമൺ ഡിഫറൻസ് കണ്ടെത്തി വെക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു മറ്റേ ഡിഫറൻസ് ഓഫ് terms divide by difference of position. ആ ഒരു ഇക്വേഷൻ വെച്ച് അപ്പോൾ 70 - 50 by 70യുടെ പൊസിഷൻ ഏതാ 5 മൈനസ് 50യുടെ പൊസിഷൻ ഏതാ 9. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയുന്നത് -5. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 5ാം പദത്തിൽ നിന്ന് നമ്മൾ xn = f + n - 1 × d എന്ന ഇക്വേഷൻ നമ്മൾ കൊടുത്തു. ഇവിടെ xnന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു? 70 എന്ന് കൊടുത്തു. n-ന്റെ സ്ഥാനത്ത് എന്തെന്ന് കൊടുത്തു? 4 എന്ന് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ടേം പ്ലസ് 4 × d എന്ന് കൊടുത്തത്. 4 × -5 എന്ന് പറയുന്നത് d. അപ്പോൾ 4 × -5 20 ആണ്. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടെത്തുന്നു? f കണ്ടെത്തുന്നു. f എനിക്ക് എത്ര കിട്ടി? 90 എന്ന് കിട്ടി. അപ്പോൾ xന്റെ സ്ഥാനത്ത് 0 എന്നിട്ട് കൊടുക്കുക. f + n - 1 × d എന്ന ഇക്വേഷൻ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിലെ n കണ്ടെത്താൻ വേണ്ടി അപ്പോൾ n = 95/5. അപ്പോൾ n എത്ര എനിക്ക് കിട്ടിയത്? 19. 0 എന്ന ടേം വരുന്ന പൊസിഷൻ ഏതാണ്? ഈ ഒരു ശ്രേണിയിൽ 19ാമത്തെ പൊസിഷനിലാണ് 0 എന്ന ടേം വരുന്നത്.